ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് റവ കൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ. അതിനായി ഒരു കടായി വെച്ച് എണ്ണയൊഴിച്ച് കടുക്, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, അതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം അതിലേക്ക് 2 ബേ ലീഫും നീളത്തിലരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് സവാള വഴറ്റാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് 3 കപ്പ് വരെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും തിളപ്പിച്ച വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് തിള വന്ന ശേഷം അതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് റവ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കുഴഞ്ഞ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. എന്നിട്ട് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ റവ കിച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടൊപ്പം തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്